ഇപ്പോൾ ഒമാനിൽ നിന്നൊരു വിദ്യാർത്ഥി ചേരുന്നുണ്ട്. അതായത് ഈ പരീക്ഷ കഴിഞ്ഞത് 2024 മെയ്യിൽ നടന്ന പരീക്ഷയാണ്. അതിന്റെ ഉത്തരക്കടലാസുകളാണ് നഷ്ടമായിരിക്കുന്നത്. പല വിദ്യാർത്ഥികളും ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലാണുള്ളത്. അതിൽ ഒരാൾ ഒമാനിൽ നിന്നുള്ള ഒരു വിദ്യാർത്ഥി നമുക്കൊപ്പം ചേരുന്നുണ്ട്. നോക്കൂ, നിങ്ങളുടെ ഉത്തരക്കടലാസ് നഷ്ടപ്പെട്ടു പോയി, വീണ്ടും ഒരു പരീക്ഷ എഴുതണം എന്നൊരു മെയിൽ നിങ്ങൾക്ക് എപ്പോഴാണ് ലഭിക്കുന്നത്? ഇന്ന് രാവിലെ ഒരു 9 മണിയായപ്പോഴാണ് എനിക്ക് മെയിൽ വരുന്നത്. അതായത് കഴിഞ്ഞ മെയിൽ നടന്ന പ്രൊജക്ട് ഫിനാൻസ് എക്സാം ഇതുപോലെ റീ എക്സാം നടത്തുന്നുണ്ട്. അപ്പം ഏപ്രിൽ 7 കോളേജിൽ എത്തണം, എക്സാം എഴുതണം എന്ന്. അപ്പോൾ ഇത് ഓൾറെഡി എക്സാം എഴുതി നമുക്ക് കോഴ്സ് ഡിസംബർ ആയപ്പോൾ കഴിഞ്ഞാണ്. ഇതുവരെ 3rd സെമ്മിന്റെയും 4th സെമ്മിന്റെയും റിസൾട്ടും വന്നിട്ടില്ല. ഇപ്പോൾ ഇതാ ഒരു രാവിലെ ആയപ്പോൾ മെയിൽ വന്നേക്കുക, അതായത് എക്സാം വീണ്ടും റീ എക്സാം നടത്തുവാണ്. അപ്പോൾ ഇത് വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പം ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് 2 months ആകുന്നുള്ളൂ. എനിക്കിപ്പോൾ അങ്ങോട്ട് വന്നാൽ തിരിച്ചിങ്ങോട്ട് വരാനും പറ്റത്തില്ല. എൻ്റെ ജോലിയും പോകും, അതായത് ജോബ് വിസ കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ ഇപ്പം അങ്ങോട്ട് എക്സാം എഴുതാനായിട്ട് വരുവാണെങ്കിൽ എൻ്റെ ജോലിയും പോകും. അതുപോലെ നാട്ടിൽ ജോബ് അന്വേഷിച്ചപ്പോൾ ഫുൾ എക്സാമിൻ്റെ റിസൾട്ട് വരാതെ ഒരിടത്തും ജോബ് കിട്ടുന്നില്ല. അങ്ങനെയാണ് ഞാൻ വിദേശത്തോട്ട് വന്നത്. അപ്പം വിദേശത്തോട്ട് വന്നപ്പം ഇങ്ങനെ ഒരു ഇതുകൂടെ യൂണിവേഴ്സിറ്റി സൈഡിൽ നിന്ന് നോക്കും വളരെ ഒരു മോശമായ ഇതാണ്. സാധാരണ രീതിയിൽ വരുമ്പോൾ ഓൾ പാസ് ചെയ്യേണ്ടതാണ്. ഇതിപ്പോൾ ഇവർ ഇങ്ങനെ റീ എക്സാം നടത്തുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അപ്പം ആ മെയിലിലാണെങ്കിൽ അവർ എന്ത് റീസണും പറയുന്നില്ല. ഇതുപോലെ റീ എക്സാം നടത്തണം, റീസൺ എന്താന്ന് പോലും അവർ പറയുന്നില്ല. അപ്പോൾ നമുക്ക് അത് അങ്ങനെ നമുക്ക് ഇതാക്കാൻ പറ്റത്തില്ല. അതാണ് ഇപ്പൊ എല്ലാരും ചേർന്ന് കംപ്ലൈന്റ് കൊടുക്കാൻ വേണ്ടി. ഓക്കെ, ഇങ്ങനെ ഒരു മെയിൽ വന്നപ്പോൾ നിങ്ങളുടെ അധ്യാപകരെ ഒക്കെ കോണ്ടാക്ട് ചെയ്തിരുന്നോ? അവരിൽ നിന്ന് ലഭിക്കുന്ന ഒരു പ്രതികരണം എന്താണ്? നിങ്ങൾ ഇനി എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഇതുപോലെ ഇങ്ങനെ മെയിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് കോളേജിൽ അന്വേഷിച്ചപ്പോൾ അവർ പറയണ അവർക്ക് ഇതുവരെ ഒരു കൺഫർമേഷൻ ഇതുമായിട്ട് വന്നിട്ടില്ല, കോളേജിൽ അറിഞ്ഞിട്ടില്ല. യൂണിവേഴ്സിറ്റി സൈഡിൽ നമുക്ക് സ്റ്റുഡൻസിന് മാത്രമാണ് മെയിൽ വന്നത്. ഇതുപോലെ കോളേജ് സൈഡിൽ ഒരു കൺഫർമേഷൻ ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. ഇതുപോലെ റീ എക്സാം നടത്തുന്നുണ്ട് എന്നൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. നോക്കൂ, ഇതിപ്പോൾ സർവകലാശാലയുടെ ഭാഗത്തു നിന്ന് വലിയൊരു വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ഉത്തരക്കടലാസ് നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അതോടൊപ്പം ഈ റിസൾട്ട് വരാനും ഒരുപാട് വൈകിയിട്ടുണ്ട് അല്ലേ? ഒരു വർഷമാകാനാവുമല്ലോ. മെയ് ആവുമ്പോൾ ഒരു വർഷമാകും. ഒരു വർഷമായി. 3rd സെമ്മിന്റെ റിസൾട്ട് എക്സാം എഴുതി 1 year ആവുന്നു. ഇതുവരെ റിസൾട്ടും വന്നിട്ടില്ല. നമ്മൾ ഡിസംബറിൽ പാസ് ഔട്ട് ആയതാ. ജോലി അന്വേഷിക്കുമ്പോൾ നമുക്കൊരു റിസൾട്ട് വരാതെ അവരെടുത്തില്ല എന്നാണ് പറയുന്നത്. അപ്പം അതും വളരെ ഒരു ബുദ്ധിമുട്ടാണ്. ഇത് അന്വേഷിച്ച് നമ്മുടെ ഒരു സ്റ്റുഡന്റ് യൂണിവേഴ്സിറ്റി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ മറുപടി എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എക്സാം ഫീസ് വാങ്ങിക്കാതെ എക്സാം പിന്നെയും നടത്തുന്നുണ്ടല്ലോ, അത് പോരെ എന്നാണ് യൂണിവേഴ്സിറ്റി എന്നുള്ള റിപ്ലൈ.